ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും രേവതിയും എന്തായാലും മലേഷ്യയിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുവാണ്. ശ്രുതി എങ്ങനെയെങ്കിലും അത് തടയാനും നോക്കുന്നുണ്ട്. അപ്പോൾ നാളെ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതി മുറിയിലിരുന്ന ഒരേ കരച്ചിലാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രുതി ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വീട്ടിൽ ആരുമില്ല. ആ സച്ചിയും രേവതിയും എന്തിനാണ് ഈ മലേഷ്യയിൽ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? അത് മാത്രമല്ല, പോകുന്നത് പോട്ടെ, എൻ്റെ അച്ഛനെ എന്തിനാ അവർ ജയിലിൽ പോയി കാണുന്നത്? അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ശ്രുതി. അതൊക്കെ എനിക്ക് എന്ത് നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അറിയാവോ എന്നൊക്കെ ശ്രുതി ചോദിച്ചിട്ട് ഇങ്ങനെ കരയുവാണേ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ചിലവ് ഫുള്ളും ഞാൻ നോക്കണം എന്നല്ലേ സച്ചി പറയുന്നത്. ഈ വീട്ടിലെ എല്ലാവർക്കും എൻ്റെ പൈസമേലാ നോട്ടം. ഞാൻ എന്താ പണം കഴിക്കുന്ന മരമാണോ? പൈസയാണ് എല്ലാവർക്കും വേണ്ടത്, എന്നെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരുപാട് കരയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, ശ്രുതിയുടെ ഈ വാക്കിൽ മാത്രമേ ഉള്ളൂ കെയറിങ്. ആ സച്ചി രേവതിക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ശ്രുതി അതേപോലെ എനിക്ക് വേണ്ടി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. ശ്രുതിക്ക് പറഞ്ഞൂടെ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന ടൈമിൽ അവിടെ പോയി കാണാനൊന്നും നിൽക്കരുതെന്ന്? ശ്രുതി ഒന്നും പറഞ്ഞില്ല. ശ്രുതിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന് പറഞ്ഞ് ശ്രുതി വിഷമിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ എന്താ സച്ചി രേവതി മലേഷ്യയിൽ പോകുന്നത് തടയണം. നിന്റെ അച്ഛനെ അവർ ജയിലിൽ പോയി കാണരുത്, അത്രയല്ലേ ഉള്ളൂ. ഈ മലേഷ്യയിൽ പോക്ക് ഞാൻ തടഞ്ഞു തരാം, നിനക്കപ്പോൾ സന്തോഷമാവില്ലേ? നിനക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ ഹോളിലോട്ട് പോയിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഈ മലേഷ്യയിൽ പോക്ക് നടക്കില്ല അമ്മയെന്ന് പറയുവാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെന്താടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുവാണേ, നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പൊക്കോ, പക്ഷെ മലേഷ്യയിൽ മാത്രം പോകരുതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ അമ്മായച്ഛൻ അതിന് മലേഷ്യയിലെ ജയിലിലല്ലേ ഉള്ളത്, അല്ലാതെ വേറൊരു രാജ്യത്തെ ജയിലിലും അല്ലല്ലോ, അപ്പോൾ പിന്നെ മലേഷ്യ പോവാതെ എങ്ങനെ അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ വീട്ടിൽ നിന്ന് ആരും മലേഷ്യയിലോട്ടോ മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛനെയോ കാണാൻ പോകില്ല, പോകാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്രശ്രുതി അടുത്തിരുത്തിപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ അമ്മേ, ശ്രുതിയുടെ അച്ഛനെ ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് ജയിലിൽ വെച്ച് പോയി കാണുന്നത് അദ്ദേഹത്തിനും അതുപോലെ തന്നെ ശ്രുതിക്കും വിഷമം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറയുന്നത്. ഈ കാര്യം പറഞ്ഞാൽ സച്ചിക്ക് മനസ്സിലാവില്ല, നിങ്ങളെങ്കിലും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, ശ്രുതിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, ഈ മലേഷ്യയിൽ പോകുന്നത് നിർത്തുക എന്നൊക്കെ ശ്രുതി പറയുവാണേ. ശ്രുതി ഇതൊക്കെ മുറിയിലിരുന്ന് ഒളിഞ്ഞു കേൾക്കുവാണ് ശ്രുതി ഇവരോട് സംസാരിക്കുന്നത്. സച്ചിക്കും രേവതിക്കും അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഉറപ്പായി, കാരണം അവർക്കറിയായിരുന്നു ശ്രുതി എന്തെങ്കിലും പറഞ്ഞ് ഈ മലേഷ്യ പോക്ക് മുടക്കാൻ ശ്രമിക്കുമെന്ന്. സച്ചി പറയുന്നുണ്ട്, എടാ ജയിലിൽ പോയി കാണുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല, അദ്ദേഹത്തിന് ഒന്നും തോന്നത്തില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരാൾ വയ്യാതെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് പോയി കാണാൻ പോകുമ്പോൾ അയാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും, കാരണം നമ്മളെ ശ്രദ്ധിക്കാനും കരുതലും തരാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് അതൊരു സന്തോഷം കൊടുക്കും മനസ്സിന്. അതുപോലെ തന്നെ ആ ജയിലിൽ കിടക്കുന്ന ആളെ കാണാൻ പോകുമ്പോഴും നമ്മളെ ശ്രദ്ധിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കാനും ആളുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ശ്രുതിക്ക് ഇതൊക്കെ വിഷമം ഉണ്ടാക്കും അച്ഛാ, അവളുടെ അച്ഛനെ ജയിലിൽ പോയി കാണുന്നത് അവൾക്ക് എന്തോരോ സങ്കടമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതിന് പാലറേട്ടത്തി വരുന്നില്ലല്ലോ ജയിലിൽ, പാലറേട്ടത്തി കണ്ടാലല്ലേ പാലറേട്ടത്തിക്ക് സങ്കടമാവുള്ളൂ, ഇത് നമ്മളല്ലേ പോയി കാണുന്നത്, അപ്പോൾ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും സന്തോഷമാവും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് ശരിയാ, നാളെ ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയത്തില്ലേ, ഇത്രയും നാളെ ഞാൻ ജയിലിൽ കിടന്നിട്ടും ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, ആരും കാണാൻ വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷമാവും. നേരത്തെ ചെയ്യേണ്ട കാര്യമാണ്, എന്നാലും ഇപ്പോഴെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ, നമുക്ക് എന്തായാലും മലേഷ്യയിൽ പോവാൻ സച്ചിയേട്ടാന്ന് തന്നെ രേവതി പറയുവാണ്. സച്ചി പറയുന്നുണ്ട്, സ്വന്തം മകളുടെ കല്യാണം പോലും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല, ഇപ്പോൾ നമ്മൾ പോയി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കുടുംബത്തിലോട്ടാണ് മോളെ കെട്ടിച്ചയച്ചതെന്നുള്ളൊരു സമാധാനമെങ്കിലും ആ മനസ്സിനുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര അതേപ്പറ്റിയൊക്കെ ആലോചിക്കുവാണ് കേട്ടോ. ശരിയാണല്ലോ ഇവൻ പറയുന്നത്. അത് മാത്രമല്ല, സച്ചിക്കൂട്ടത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, നാളെ ഒരു ദിവസം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നതെങ്കിൽ അയാൾ ഓർക്കത്തില്ലേ, നമ്മുടെ സന്തോഷത്തിൽ ആൾക്കാരൊക്കെ കൂടെ ചേരുന്നുണ്ട്, എന്നാൽ എൻ്റെ സങ്കടം വന്നപ്പോഴേക്കും ഒരാൾ പോലും തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇവരൊന്നും തന്നെ കാണാൻ പോലും വന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടാവും എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ ഇതിലൊക്കെ കാര്യമുണ്ടെന്ന് ചന്ദ്രക്കും രവീന്ദ്രനും തോന്നുവാണേ. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഈ സച്ചി പറയുന്നതൊന്നും കേൾക്കണ്ട, അവൻ ഇങ്ങനെ എന്തെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷെ ഇപ്പം ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചിൻ്റെ അവധിയും ഇങ്ങനെ വാബിളിച്ചിരിക്കുവാണ്, കാരണം അമ്മയുടെ വായിന്ന് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കേൾക്കുന്നത്. ചന്ദ്ര പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് 1 വർഷവും കഴിഞ്ഞു, ഇതുവരെ അദ്ദേഹത്തെ വിളിക്കുകയോ കാണാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് സച്ചി
പറയുന്നതിൽ കാര്യമുണ്ട്, നമ്മൾ എന്തായാലും കാണാൻ പോവുക തന്നെ ചെയ്യും എന്നൊക്കെ ശ്രുതിനോട് ഉറപ്പിച്ച് പറയുവാണ്. അങ്ങനെ ശ്രുതിയുടെ ആ ശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവരുടെ മലേഷ്യ പോക്ക് തടയുന്നത്. സച്ചി അപ്പോൾ പറയുന്നുണ്ട് രേവതിനോട്, ഞാൻ പറഞ്ഞില്ലേ രേവതി, എന്തെങ്കിലും ആ പാലരട്ടത്തിൽ പറഞ്ഞ് നമ്മുടെ മലേഷ്യ പോക്ക് മുടക്കാൻ ശ്രമിക്കുമെന്ന്, കണ്ടില്ലേ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു എന്നൊക്കെ സച്ചി പറയുവാണ്. ഇനിയും ഇതുപോലെ മലേഷ്യ പോക്ക് മുടക്കാൻ വേണ്ടി ശ്രുതി നോക്കും, നമുക്ക് അതും തടയാം രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ്. വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരു സീരിയൽ ഡബ് ചെയ്യുമായിരുന്നു, അതിൽ ഡിവോഴ്സിൻ്റെ കാരണം കേട്ടാൽ നീ ഞെട്ടും, ഹസ്ബൻഡും വൈഫും തമ്മിൽ സ്പെൻഡ് ചെയ്യണ ടൈം കുറവാണ്, അത് റീസണാക്കി കാണിച്ചാൽ ഡിവോഴ്സിന് വേണ്ടി ആ പെണ്ണ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഇതൊക്കെ ഡിവോഴ്സിനുള്ളൊരു കാരണമാണോ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, പിന്നെ കാരണമല്ലേ, ഹസ്ബൻഡും വൈഫ് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, ഇതൊന്നും ചെയ്യാണ്ടിരുന്നാൽ പിന്നെ അതൊക്കെ വൈഫിന് സങ്കടമാവും, അതൊക്കെ ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസണാണ് ശ്രീകാന്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അത് സീരിയലല്ല വർഷ, റിയൽ ലൈഫിൽ നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, റിയൽ ലൈഫിലും നടക്കും, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും, സ്പെൻഡ് ചെയ്യുന്ന സമയം കുറവാകുമ്പോഴേക്കും. നമ്മൾ തന്നെ അധിക നേരം ഒന്നും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ ശ്രീകാന്ത്, കൂടി വന്നാൽ 1-2 മണിക്കൂർ. ശ്രീകാന്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഡബ്ബിങ്ങിനും പോവും, ഞാൻ വന്നു കഴിഞ്ഞ് രാത്രി ആകുമ്പോഴാണ് ശ്രീകാന്തും ഹോട്ടലിൽ നിന്നും വരുന്നത്, നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കുന്നത് 1-2 മണിക്കൂർ മാത്രമാണ് ശ്രീകാന്ത് എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഫ്യൂച്ചറിൽ ഇതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ഡിവോഴ്സിലോട്ട് പോയാലോ? അതൊന്നും പാടില്ല, നമുക്ക് നമ്മുടെ ബാക്കിയുള്ള 2 കപ്പിൾസിനോടും കൂടി ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം, അവർ എത്ര മണിക്കൂർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വർഷ നേരെ സച്ചിനെയും രേവതിനെയും ശ്രുതിനെയും ഒക്കെ വിളിക്കുവാണ്. അപ്പോൾ ശ്രുതിനോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഷോറൂമിൽ ഞങ്ങൾ 5 മണിക്കൂർ ഒരുമിച്ചിരിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിൽ ഫുഡ് കഴിക്കാനും അതിനും ഇതിനുമായിട്ടൊരു 3 മണിക്കൂർ, ടോട്ടൽ ഒരു ദിവസം 9 മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്, കണ്ടോ അവർ 9 മണിക്കൂറാണ് ഒന്നിച്ചിരിക്കുന്നത്, രേവതി ചേച്ചി നിങ്ങൾ നിങ്ങൾ എത്ര മണിക്കൂർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അവരും പറയുന്നുണ്ട്, ഞാൻ രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേക്കും, സച്ചിയേട്ടൻ ഒരു 9 മണിയാകുമ്പോഴാണ് ജോലിക്ക് പോകുന്നത്, അപ്പോൾ അതൊരു 5 മണിക്കൂർ, പിന്നെ വൈകുന്നേരം സച്ചിയേട്ടൻ ഒരു 7 മണിയാകുമ്പോൾ വരും, 11 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും, അങ്ങനെ മൊത്തം ഒരു 10 മണിക്കൂർ ഞങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷം 8 10 മണിക്കൂറോ, അതായത് ഒരു ദിവസത്തിലെ ഹാഫ് ഡേ നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാറുണ്ട്, കേട്ടോ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ വർഷം ഇതൊക്കെ ഇപ്പോൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു സീരിയൽ പോലെയാ രേവതി ചേച്ചി, ഇവൾ ഡബ് ചെയ്യുന്നൊരു സീരിയൽ, ഏതോ ഒരു പെണ്ണ് ഹസ്ബൻഡ് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഡൈവേഴ്സിന് നോട്ടീസ് അയച്ചു, അതുകൊണ്ടായി ഇപ്പോൾ ഈ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശ്രീകാന്ത് പറയുവാണ്. രേവതി ചേച്ചി, ഞാനും ശ്രീകാന്തുമാണ് ഈ വീട്ടിൽ അധിക സമയം ചെലവഴിക്കാത്തത്, 2 മണിക്കൂറാണ് ഞാനും ശ്രീകാന്തും ഒന്നിച്ചിരിക്കുന്നത്, ഞങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്, അതാണ് ഞങ്ങളിങ്ങനെ അധിക സമയം സ്പെൻഡ് ചെയ്യാത്തത്, നമ്മൾ തമ്മിൽ അധികം സ്നേഹമില്ലെന്ന് തോന്നുന്നു ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ വിഷമിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ വർഷേ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജോലിയാണ് അതിന് കാരണം, നിങ്ങളുടെ ജോലി സമയം വ്യത്യസ്തമാണല്ലോ, അതാണ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയവും കുറയുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഈ വീട്ടിലെ എല്ലാവരുടെയും ജോലി അങ്ങനെ തന്നെയല്ലേ, പക്ഷെ നിങ്ങളെല്ലാവരും സമയം കണ്ടെത്തുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി ഉപദേശിക്കുന്നുണ്ട്, സമയമില്ലെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തണം വർഷേ, ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്തോട്ടൊക്കെ പോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ മലേഷ്യയിലോട്ടാണ് പോകാൻ പോകുന്നത്, അതുപോലെ നിങ്ങളും സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അത് കൊള്ളാലോ, നല്ല ഐഡിയ വർഷേ, ശ്രീകാന്തെ എന്തായാലും നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇവരുടെ കൂടെ മലേഷ്യയിൽ പോയി സ്പെൻഡ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, വർഷ എനിക്ക് അത്രയും ദിവസമൊന്നും ലീവ് കിട്ടില്ല എന്ന് പറയുവാണ്. വർഷ പറയുന്നുണ്ട്, ലീവ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം ശ്രീകാന്തെ, മലേഷ്യയിലെ റെസിപ്പി ട്രൈ ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോവാണെന്ന് അവരോട് പറ, അപ്പോൾ പിന്നെ ലീവ് കിട്ടും, എന്തായാലും നമ്മളും ഇവരുടെ കൂടെ മലേഷ്യയിലോട്ട് പോയിരിക്കും എന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രേവതി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്ക് ശ്രീകാന്തിനോടും വർഷയോടെങ്കിലും സത്യം പറയാം, അവർ ലീവൊക്കെ കൊടുത്ത് റെഡിയായിരിക്കുമായിരിക്കും, എന്തിനാ എല്ലാവരെയും നമ്മൾ പറ്റിക്കുന്നത്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരോട് പറയണ്ട രേവതി, ഇപ്പോൾ പാലറേട്ടത്തി അവരും കൂടി വന്നെന്ന് പറഞ്ഞപ്പോഴേക്കും മുഖം ശ്രദ്ധിച്ചായിരുന്നു, വല്ലാതെ ചുമന്ന് ദേഷ്യം വന്നൊക്കെ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കുന്നുണ്ടാവും നമ്മുടെ എല്ലാവരുടെയും ട്രിപ്പ് ക്യാൻസൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നമ്മളായിട്ട് അവരോട് സത്യമൊന്നും പറയാൻ നിൽക്കണ്ട, പാലറേട്ടത്തിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞു മുടക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അങ്ങനെ മുടക്കിയില്ലെങ്കിലോ? അപ്പോൾ സച്ചി പറയുവേ, മുടക്കും, എനിക്ക് ഉറപ്പാണ് രേവതി, അത് മലേഷ്യക്കാരിയല്ല, അതുകൊണ്ട് നമ്മുടെ ഈ ട്രിപ്പ് അവൾ മുടക്കിയിരിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിൽ മുറി കെട്ടണം, ആ മുറി കെട്ടി താമസിച്ചാൽ തന്നെ എനിക്കത് മലേഷ്യയിൽ പോയതുപോലെ തന്നെയാണെന്ന് പറയുമ്പോഴേക്കും
സച്ചി പറയുന്നുണ്ട്, നിന്നെ പക്ഷെ ഞാൻ എന്തായാലും കൊണ്ടുപോകും രേവതി, നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേരും അറിയില്ല സച്ചി ചേട്ടാ, ഞാൻ എവിടെ പോയിട്ടാ, പിന്നെ ക്ലാസ്സിൽ നിന്ന് പണ്ട് ടൂറ് ഊട്ടിലോട്ട് കൊണ്ടുപോകുമായിരുന്നു, പക്ഷേ എനിക്ക് കാശില്ലാത്തതുകൊണ്ട് ഞാൻ പോവാറില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ രേവതി, ഇവിടെ നിന്ന് ഒരു ചവിട്ടിയാൽ മതി, നമ്മൾ ഊട്ടിമല കയറിയിരിക്കും, ഞാനും നീയും മാത്രം പോരെ രേവതി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. ശ്രുതി മീരയുടെ വീട്ടിൽ പോയിട്ട് ശ്രുതിയുടെ സങ്കടങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാടി, അവരെങ്ങാനും മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയും, പിന്നെ നീ ഇവിടെ തെരുവിലിറങ്ങി നിൽക്കേണ്ടി വരും ശ്രുതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയും, നീയും കൂടി എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ എന്ന് പറയുമ്പോൾ മീര പറയുന്നുണ്ട്, നീ അവരുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് സത്യങ്ങളൊക്കെ ഏറ്റുപറ, അതേ ഉള്ളൂ ഇതിനൊരു വഴിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, അതിലും ഭേദം എന്നെ കൊല്ലുന്നതാ, ഏതായാലും ആൻറ്റിക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ആൻറ്റി അന്ന് ഒരു സത്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തോരം തല്ലിയത്, അതിനിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും, പക്ഷെ അതിന് മുമ്പ് എനിക്ക് മലേഷ്യ പ്രശ്നമൊന്ന് തീർക്കണം, എൻ്റെ മൈൻഡിലൊരു ഐഡിയ തോന്നുന്നുണ്ട്, നീ ആ ബീരാനെ വിളിച്ച് വരാൻ പറ എന്ന് പറയുമ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, അതെന്തിനാടി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും നീ ആദ്യം വിളിക്കുകയെന്ന് പറയുവാണേ. അങ്ങനെ മീര വിളിച്ചിട്ട് ഇളയച്ചൻ നമ്മുടെ ബീരാൻ വരുന്നുണ്ട് മീരയുടെ വീട്ടിലോട്ട്. ബീരാൻ ഈ ശ്രുതിയെ കാണുമ്പോൾ തന്നെ തിരിച്ചോടുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, മീരെ നിന്നോട് എനിക്ക് കുറച്ച് കടപ്പാടുണ്ട്, അതിൻ്റെ പേരിലാണ് നിനക്ക് ഞാൻ സഹായം ചെയ്യുന്നത്, പക്ഷേ ഇവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല, ഇവളെന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചിരിക്കുന്നത്, ഇവൾക്ക് സഹായം ചെയ്യാൻ പോയാൽ ഞാനൊരു ക്രിമിനലായി മാറും, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സാർ പ്ലീസ് സാർ, ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി ഞാൻ സാറിനോട് സഹായം ചോദിച്ചൊന്നും വരില്ല, പ്ലീസ് സാർ എന്ന് പറഞ്ഞ് ഒരുപാട് അപേക്ഷിക്കുമ്പോഴേക്കും ബീരാൻ പിന്നെ കരച്ചിലൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് മനസ്സൊക്കെ അലിയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇത് ലാസ്റ്റ് ടൈമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇതോടുകൂടി എൻ്റെ അച്ഛൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇളയച്ചനെ വിളിച്ചത്, ഞാൻ പറയുന്നത് പോലെ മാത്രം നാളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ മനസ്സിലുള്ള ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, ഇത് ലാസ്റ്റാണ്, ഇനി ഞാനൊരു സഹായവും ചെയ്ത് തരില്ല എന്ന് പറഞ്ഞിടത്താണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.